വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗുസ്തി താരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കാപ്പ് പഞ്ചായത്ത്. താരങ്ങൾക്ക് നീതി ലഭിക്കും വരെ പോരാടും. അന്തിമ തീരുമാനം ഹരിയാനയിൽ നാളെ ചേരുന്ന യോഗത്തിൽ. രാഷ്ട്രപതിയെ കാണുമെന്ന് കർഷക നേതാവ് രാകേഷ് ടിക്കായത്ത്. ജലന്ധർ ബിഷപ്പ് സ്ഥാനം രാജിവെച്ച് ഫ്രാങ്കോ മുളയ്ക്കൽ. രാജി മാർപ്പാപ്പ സ്വീകരിച്ചു. അച്ചടക്ക നടപടിയല്ലെന്ന് സഭ. ഫ്രാങ്കോ മുളയ്ക്കൽ ഇനി എമിരറ്റസ് എന്നറിയപ്പെടും. കണ്ണൂരിൽ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ വീണ്ടും തീവെപ്പ്. കന്നാസുമായി ഒരാൾ ട്രെയിനിനടുത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. അട്ടിമറി എന്ന് സംശയം. വിവരങ്ങൾ തേടി NIA. ഒരാൾ കസ്റ്റഡിയിൽ. വേനലവധിക്ക് വിട നൽകി കുട്ടിക്കൂട്ടം അക്ഷരമുറ്റത്ത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളുടെ നിലവാരം ഉയർന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 7 വർഷത്തിനിടെ 15 ലക്ഷത്തോളം കുട്ടികൾ സർക്കാർ സ്കൂളുകളിലെത്തിയെന്നും മുഖ്യമന്ത്രി. സ്വകാര്യ ബസ് ഉടമകൾക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. ദീർഘദൂര റൂട്ടിൽ KSRTC സർവീസ് നടത്തുന്നതിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ ഇടപെട്ടില്ല. റൂട്ടുകൾ ഏറ്റെടുക്കാനുള്ള അധികാരം സർക്കാരിനുണ്ടെന്ന വാദം കോടതി അംഗീകരിച്ചു. മണിപ്പൂർ സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം. ഗവർണറുടെ നേതൃത്വത്തിൽ സമാധാന സമിതി രൂപീകരിക്കുമെന്നും അമിത്ഷാ. സംഘർഷത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും തീരുമാനം.